പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും അനാമികയും തമ്മിലുള്ള കേസൊക്കെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനന്തപുരിക്കാൽ നിന്നും വലിയൊരു തുകയാണ് അനാമികയും കുടുംബവും നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് കിട്ടുന്നതും സ്വപ്നം കണ്ട് അതുപോലെ തന്നെ കാമുകനുമൊത്ത് ആ ഒരു പണവും കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുകയാണ് അനാമിക. ആ ഒരു സമയത്ത് വേണുവും അമ്മയും ഒക്കെ ചോദിക്കുന്നുണ്ട് അനാമികയോട്, ആ പയ്യനെ വിശ്വസിക്കാൻ പറ്റുമായിരിക്കുമല്ലേ, നീ സെലക്ട് ചെയ്തതാണ്, നിൻ്റെ സെലക്ഷനൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ആദ്യത്തെ ജീവിതം തന്നെ ഒരു കണക്കിലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, ആദ്യത്തെ ജീവിതം ഞാൻ സെലക്ട് ചെയ്തത് ജീവിതകാലം മുഴുവൻ അവൻ്റെ കൂടെ ജീവിക്കാനൊന്നുമല്ലല്ലോ, അനന്തപുരിക്കാരുടെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയല്ലേ അവനെ വിവാഹം കഴിച്ചത്, അത് അച്ഛനും കൂടെ അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അപ്പോൾ ആ സമയത്ത് വേണു പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, പക്ഷെ അവനുമൊത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയത് അതിനേക്കാൾ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ വേണു പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്തായാലും അവനുമൊത്ത് നേരും നിറയുമില്ലാത്ത അവനുമൊത്ത് ഒന്നിച്ച് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന ആളാണുള്ളത്, അവൻ നേരും നിറയും ഉള്ള കൂട്ടത്തിലാണ്, എന്നെ ചതിക്കില്ല, അവൻ അന്തസ്സുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ് വേണു. അങ്ങനെ പിന്നീട് അനാമിക കാമുകനെയും സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, അവനൊരു സർപ്രൈസ് കൊടുത്താലോ, എന്നും നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവനറിയാതെ അവന് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് അവൻ്റെ അടുത്ത് പോകാം എന്നൊക്കെ ചിന്തിച്ചിട്ട് അനാമിക പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തോട്ട് പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അനിയെ കാണുന്നുണ്ട്. അനിയെ കണ്ടപ്പോൾ അനാമിക, ഓ നീ ഇപ്പോൾ മൊട്ടച്ചിൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതൊക്കെ നീ എന്താ അറിയേണ്ട ആവശ്യം, നിനക്ക് നിൻ്റെ കാര്യം നോക്കി പോയാൽ പോരെ, നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഇപ്പോൾ കേസുമായിട്ട് നടക്കുകയാണല്ലോ, എടി നിൻ്റെ ലക്ഷ്യം സ്വത്തും പണവും മാത്രമാണല്ലോ, നീ എന്തായാലും ഇത്രയും തരം താഴ്ന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ളത് അറിഞ്ഞില്ല, അന്തസ്സുള്ള പെൺകുട്ടികൾ അച്ഛനമ്മമാരുടെ പണത്തിലാണ് അഹങ്കാരം കാണിച്ച് നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ അങ്ങോട്ട് തരം താഴ്ത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുകയുള്ളൂ, എൻ്റെ ജീവിതമാണ് നീ തുലച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിൻ്റെ ജീവിതം ഞാൻ എന്ത് തുലച്ചു എന്നാ, നിന്നെ എനിക്കിഷ്ടമല്ല, നിന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, നീ അതൊന്നും കേൾക്കാതെ വലിയ സ്വത്ത് ആഗ്രഹിച്ച് വന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചത് കണ്ടിട്ട്, ഓ കാമുകന് കൊടുക്കാനുള്ള ഗിഫ്റ്റായിരിക്കും, എത്രത്തോളം പോകും എന്നുള്ളത് നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്തായാലും നിന്നെ പോലെയല്ല, അവൻ അന്തസ്സുള്ള കൂട്ടത്തിലാണ്, നിന്നെപ്പോലെ കണ്ട പെൺപിള്ളേരുടെ പിന്നാലെ നടന്നിട്ട് വഴിതെറ്റി നടക്കുന്ന ഒരാളല്ല, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അതൊക്കെ കണ്ടറിയാം, ഒരാൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് എനിക്ക് ആളെ കണ്ടാൽ തന്നെ മനസ്സിലാകാം, അവനൊരു ഫ്രോഡാണ് എന്നുള്ളത് എനിക്കറിയാം, അത് നീ ഇനി വെള്ളപൂശാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, നീ നിൻ്റെ മൊട്ടച്ചിയെ നോക്കി നടന്നാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ അനാമിക എന്നും അവരെ കാണാനുള്ള ആ ഒരു പാർക്കിലേക്ക് പോകുന്ന സമയത്ത് കാമുകൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അനാമിക അവിടെ എത്തുന്നത്. അവൻ്റെ കൂടെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് അനാമിക കാണുന്നത്. അനാമിക കാണുമ്പോൾ ആകെ ദേഷ്യവും അതുപോലെ സങ്കടവും വരുന്നുണ്ട്. ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭ്രാന്തിയെ പോലെ അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട്, എടച്ചതിയെ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നീ എന്താ എന്നെ വട്ടം കറക്കിയിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് അടിച്ചു മാറ്റാനാണോ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, അതിന് നിൻ്റെ കയ്യിൽ എവിടെയാ ക്യാഷ്, നീയും ആനന്ദപുരിക്കാരുടെ കാശിന് വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെയും അപ്പോൾ എൻ്റെ ചിന്താഗതിയെ തെറ്റ് പറയാനുള്ള അധികാരവും നിനക്കില്ല, ഒരു ഇതും നിനക്കില്ല, നീ അത്രത്തോളം തരം താഴ്ന്നവളാണല്ലോ, അതിനെക്കൊണ്ട് നീ എന്നെ തിരുത്താനോ എന്നെ ഇതാക്കാനോ ഒന്നും വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ചതിച്ചത്, നീ എന്തിനാ എൻ്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ നീ എന്തിനാ എൻ്റെ പിറകെ നടന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാനല്ലല്ലോ പിറകെ നടന്നത്, നീയല്ലേ എന്ന് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു മറുപടിയിലൊക്കെ ആകെ ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യും, എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണ് അനാമിക.